ഈ വരുന്ന സാറ്റർഡേ നടക്കുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ജയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ വീഡിയോയിൽ നമ്മളത് കണക്ട് ചെയ്തിട്ടാണ് നോക്കുന്നത്. അതായത് നമുക്ക് വേഗം ഓർമ്മയിൽ ഇരിക്കാൻ പാകത്തിനാണ് ക്വസ്റ്റ്യൻസിനെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവർക്ക് ശിക്ഷാ ഇളവ് ലഭിക്കാൻ സെക്ഷൻ 433, ആ സെക്ഷൻ ഒന്ന് ഓർത്തിരിക്കുക, സെക്ഷൻ 433A പ്രകാരം കുറഞ്ഞത് എത്ര വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കണം? ആൻസർ ആയിട്ട് വരുന്നത് 14 വർഷമാണ്. ഇവിടെ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവർക്ക് ശിക്ഷ ഇളവ് ലഭിക്കുന്നതാണ് 14 വർഷം കഴിയുമ്പോൾ. അതിൻ്റെ സെക്ഷനും കൂടി ഓർത്തിരിക്കണം, 433A എന്നുള്ളത്. ഇനി ഇവിടെ ഞാനൊരു വേർഡ് ഉപയോഗിച്ചു, ജീവപര്യന്തം എന്നുള്ളത്. അപ്പോൾ അതുമായി കണക്ട് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? സെൻട്രൽ ജയിലാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അപ്പം സ്വാഭാവികമായിട്ടും അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാവും. കേരളത്തിലെ സെൻട്രൽ ജയിലുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിൽ 4 സെൻട്രൽ ജയിലുകളാണ് ഉള്ളത്. അതിൽ 3 എണ്ണം സ്വാതന്ത്ര്യത്തിന് മുമ്പ് കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് രൂപം കൊണ്ടിട്ടുള്ളതാണ്. ഒരെണ്ണമാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ. അതാണ് തവന്നൂർ സെൻട്രൽ ജയിൽ. അപ്പോൾ ഏറ്റവും അവസാനം രൂപം കൊണ്ട സെൻട്രൽ ജയിൽ ഏതാണെന്ന് ചോദിച്ചാലും തവന്നൂർ സെൻട്രൽ ജയിലാണ്. അതുപോലെ കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏതാണെന്ന് ചോദിച്ചാലും തവന്നൂർ സെൻട്രൽ ജയിലാണ്. അപ്പോൾ ഇനി അടുത്ത സ്വാഭാവികമായിട്ടുമുള്ള ക്വസ്റ്റ്യൻ, ഇത് ഏത് ജില്ലയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും അല്ലേ? അത് മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ 4 സെൻട്രൽ ജയിലുകളെ കുറിച്ച് പറഞ്ഞു. ഈ 4 എണ്ണത്തിൽ അവസാനം രൂപം കൊണ്ടത് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു, തവന്നൂർ സെൻട്രൽ ജയിലാണെന്ന്. ഇനി ബാലൻസ് വരുന്ന 3 സെൻട്രൽ ജയിൽ കൂടിയുണ്ട്. അതിനെ കൂടി ഇനി കണക്ട് ചെയ്ത് നമുക്ക് ഓർത്തിരിക്കാം. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം നമുക്ക് ഓർമ്മയിൽ എടുക്കാനായിട്ട്. അപ്പോൾ അതിൽ വരുന്നതാണ് പൂജപ്പുര സെൻട്രൽ ജയിൽ. അത് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ കണ്ണൂർ ഉണ്ട് ഒരെണ്ണം, പള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത്. വിയ്യൂരുണ്ട്, തൃശ്ശൂരാണത്. വിയ്യൂർ സെൻട്രൽ ജയിൽ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. പിന്നെ ലാസ്റ്റ് പറഞ്ഞ തവന്നൂർ സെൻട്രൽ ജയിൽ, അത് മലപ്പുറത്താണ്. അപ്പം 4 സെൻട്രൽ ജയിലുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി സെൻട്രൽ ജയിലുകളിൽ തന്നെ പ്രത്യേകതകളുണ്ട്. ഇനി അത് നമ്മൾ കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാം. ഇപ്പം സെൻട്രൽ ജയിലുകളുടെ കാര്യം പറഞ്ഞു, എത്ര സെൻട്രൽ ജയിലുകളുണ്ടെന്ന്. അപ്പം ഇനി നമ്മൾ ആ തടവുകാരെ പാർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്, ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് സെൻട്രൽ ജയിലിലേക്ക് എത്തിയത്. അപ്പോൾ കേരളത്തിൽ എത്ര ജയിലുകൾ ഉണ്ടായിരിക്കും? കേരളത്തിൽ എത്ര ജയിലുകളെ എത്രയായിട്ട് തരംതിരിക്കാൻ പറ്റും? അതാണ് അടുത്തതായിട്ട് വരുന്നത്. 7 രീതിയിൽ നമുക്ക് കേരളത്തിലെ ജയിലുകളെ തരംതിരിക്കാം. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഓരോന്നിലേക്കായിട്ട് നമുക്ക് ഇനി കടക്കാം. അതിൽ ഒന്നായിട്ട് വരുന്നതാണ് കേരളത്തിലെ തുറന്ന ജയിലുകൾ. തുറന്ന ജയിലുകളെ വിളിക്കുന്ന മറ്റൊരു പേര് എന്താണെന്നും കൂടി ചോദിക്കാറുണ്ട്. കേരളത്തിലെ തുറന്ന ജയിലുകളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പരിശീലന ജയിൽ. അപ്പം അത് കണക്ട് ചെയ്ത് തന്നെ പോവാം. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം ക്വസ്റ്റ്യൻ, കേരളത്തിലെ തുറന്ന ജയിലുകൾക്ക് പറയുന്ന മറ്റൊരു പേരെന്താണെന്ന്. അപ്പോൾ അത് പരിശീലന ജയിലാണ്. അതിൻ്റെ എണ്ണം എത്രയാണ്? തുറന്ന ജയിലുകളുടെ എണ്ണം എത്രയാണ്? 3 എണ്ണമാണ് കേരളത്തിലെ തുറന്ന ജയിലുകളായിട്ട് വരുന്നത്. അപ്പോൾ ഇനി ആ 3 എണ്ണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ, നമുക്ക് ഏതൊക്കെയാണ് 3 എണ്ണം, അതിനെന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം അല്ലേ? അപ്പോൾ കേരളത്തിലെ 3 തുറന്ന ജയിലുകളുടെ കാര്യം പറഞ്ഞു. അതിൽ ഒരെണ്ണം സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു തുറന്ന ജയിലാണ്. കേരളത്തിലെ സ്ത്രീകൾക്കുള്ള തുറന്ന ജയിലുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിക്കാം. അത് ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ അത് പൂജപ്പുര സെൻട്രൽ ജയിലാണ്. അപ്പോൾ പൂജപ്പുരയാണ് കേരളത്തിലെ സ്ത്രീകൾക്കുള്ള തുറന്ന ജയിലായിട്ട് വരുന്നത്, പൂജപ്പുരയിലാണ്. അപ്പോൾ ഇനി ബാക്കി 2 എണ്ണം കൂടി നമുക്ക് നോക്കാനുണ്ട് അല്ലേ? അപ്പോൾ തുറന്ന ജയിലുകൾ ആകെ 3 എണ്ണമാണുള്ളത്. അതിനകത്ത് പൂജപ്പുര തിരുവനന്തപുരത്തുള്ളത് തുറന്ന ജയിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളതാണ്. പിന്നെ ബാക്കി 2 എണ്ണം കൂടിയുണ്ട്. അതിൽ അപ്പോൾ ആദ്യത്തെ തുറന്ന ജയിൽ ഏതാണെന്നും ചോദിക്കാം. ഫസ്റ്റ് തുറന്ന ജയിൽ എന്ന് പറയുന്നത് നെടുകാൽത്തേരി
തിരുവനന്തപുരത്ത് തന്നെയുള്ള നെടുകാൽത്തേരിയാണ് ഫസ്റ്റ് തുറന്ന ജയിൽ വരുന്നത്. രണ്ടാമത്തെ തുറന്ന ജയിൽ ചിമേനി, അത് ഏത് ജില്ലയിലാണെന്നും ചോദിക്കാം. കാസർഗോഡാണ് ചിമേനി ജയിൽ വരുന്നത്. അപ്പോൾ 3 തുറന്ന ജയിലുകളുടെ കാര്യവും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഡിസ്കസ് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, കേരളത്തിലെ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു തുറന്ന ജയിലുണ്ട്, അതാണ് പൂജപ്പുര ജയിലിൽ നിന്ന്. അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമായിട്ട് വനിതാ ജയിലുകൾ, അതായത് വനിതാ ജയിലുകൾ എത്ര എണ്ണം ഉണ്ട് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. കേരളത്തിലെ വനിതാ ജയിലുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് 3 എണ്ണമാണ് കേരളത്തിലെ വനിതാ ജയിലുകളായിട്ട് ഉള്ളത്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കുക. അതിൽ ഏതാണ് ആദ്യത്തെ എന്നുള്ളതും ചിലപ്പോൾ ചോദിക്കാം. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ ഏതാണെന്നും ചോദിക്കാം. നെയ്യാറ്റിൻകരയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ. തുറന്ന ജയിൽ ഏതാണ്, കേരളത്തിലെ സ്ത്രീകൾക്കുള്ള തുറന്ന ജയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂജപ്പുരയും. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെയ്യാറ്റിൻകര എന്നുള്ള ആൻസറും നമുക്ക് പറയാം. ഇനി അടുത്തതായിട്ട് അപ്പോൾ നമ്മൾ തുറന്ന ജയിലിലേക്ക് കാര്യവും പറഞ്ഞു, അതുപോലെ തന്നെ സെൻട്രൽ ജയിലിൻ്റെ കാര്യവും പറഞ്ഞു. ഇനി കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ, കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ എന്ന് പറയുന്നത് കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ്. കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ. എന്നാൽ രണ്ടാമത്തെ ജയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ സെൻട്രൽ ജയിലാണ് കേരളത്തിലെ പഴക്കത്തിൻ്റെ കാര്യത്തിൽ എടുക്കുമ്പോൾ വരുന്നത്. ഇനി അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ സബ് ജയിൽ എന്നുള്ളൊരു വേർഡ് നമ്മളിവിടെ ശ്രദ്ധിച്ചിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് സബ് ജയിലുണ്ട്, സ്പെഷ്യൽ ജയിലുണ്ട്, ജില്ലാ ജയിലുണ്ട്, സെൻട്രൽ ജയിലുണ്ട്. ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഓർഡറിൽ സെൻട്രൽ ജയിലിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് സബ് ജയിലിലേക്ക് പോകാം. സബ് ജയിൽ എത്ര എണ്ണം ഉണ്ട്, അല്ലെങ്കിൽ സ്പെഷ്യൽ ജയിൽ എത്ര എണ്ണം ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അടുത്തതായിട്ട് നോക്കുന്നത്. സബ് ജയിൽ 16 എണ്ണവും സ്പെഷ്യൽ ജയിൽ 16 എണ്ണവും ജില്ലാ ജയിൽ 13 എണ്ണവുമാണ് ഉള്ളത്. ഇനി ഇവിടെ സബ് ജയിലിൽ എങ്ങനെയുള്ളവരെയാണ് അവിടെ താമസിപ്പിക്കുന്നത്, ഏത് രീതിയിൽ ശിക്ഷിക്കപ്പെട്ടവരെയാണ് അവിടെ താമസിപ്പിക്കുന്നത് എന്നൊന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് അതൊരു എളുപ്പത്തിന് നമുക്ക് മനസ്സിലാക്കി പോകാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഓർഡറിൽ തന്നെ നമുക്ക് പോകാം. സബ് ജയിലിൽ 16 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ 1 മാസം വരെ ശിക്ഷിക്കപ്പെട്ടവരെയാണ് അവിടെ താമസിപ്പിക്കുന്നത്. എന്നാൽ സ്പെഷ്യൽ ജയിലിലാണെങ്കിൽ 3 മാസം വരെ ശിക്ഷിക്കപ്പെട്ടവരെയാണ് താമസിക്കുന്നത്. ജില്ലാ ജയിലിൽ 6 മാസം വരെ ശിക്ഷിക്കപ്പെട്ടവരെയാണ് താമസിപ്പിക്കുന്നത്. അപ്പോൾ സബ് ജയിൽ, സ്പെഷ്യൽ ജയിൽ, ജില്ലാ ജയിൽ, അവയുടെ എണ്ണം എന്ന് പറയുന്നത് സബ് ജയിലിൽ 16, സ്പെഷ്യൽ ജയിലിൽ 16, ജില്ലാ ജയിലിൽ 13. സബ് ജയിലിൽ 1 മാസം വരെ ശിക്ഷിക്കപ്പെട്ടവരെ താമസിപ്പിക്കുന്നു. സ്പെഷ്യൽ ജയിലിൽ 3 മാസം വരെ ശിക്ഷിക്കപ്പെട്ടവരെ താമസിപ്പിക്കുന്നു. ജില്ലാ ജയിലിൽ 6 മാസം വരെ ശിക്ഷിക്കപ്പെട്ടവരെ താമസിപ്പിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെൻട്രൽ ജയിലിൽ എത്ര മാസം വരെ, എത്ര ഇത് കൂടുതൽ തുടങ്ങിയ ജീവപര്യന്തം എന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവരെയാണ് സെൻട്രൽ ജയിലിൽ താമസിപ്പിക്കുന്നതെന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ എത്ര മാസത്തിൽ കൂടുതൽ ശിക്ഷ വരുന്നവരെയാണ് സെൻട്രൽ ജയിലിൽ താമസിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 മാസത്തിൽ കൂടുതൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ സെൻട്രൽ ജയിലിൽ താമസിപ്പിക്കും. 6 മാസത്തിൽ കൂടുതൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ. പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് കേരളത്തിലെ ഹൈ സെക്യൂരിറ്റി ജയിൽ. അങ്ങനെയുള്ളത് ഒരെണ്ണേ ഉള്ളൂ, ഏക ഹൈ സെക്യൂരിറ്റി ജയിൽ എന്ന് ചോദിച്ചും നമുക്ക് ക്വസ്റ്റ്യൻ വരാം. കേരളത്തിലെ ഏക ഹൈ സെക്യൂരിറ്റി ജയിൽ ഏതാണ്, അല്ലെങ്കിൽ കേരളത്തിൽ എത്ര ഹൈ സെക്യൂരിറ്റി ജയിലുകളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ, കേരളത്തിൽ എത്ര ഹൈ സെക്യൂരിറ്റി ജയിലുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 എന്ന ആൻസർ വരും. അത് ഏതാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരുള്ള വിയ്യൂറാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. കേരളത്തിലെ ഹൈ സെക്യൂരിറ്റി ജയിൽ വിയ്യൂറാണ്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ സബ് ജയിൽ, സ്പെഷ്യൽ ജയിൽ, ജില്ലാ ജയിൽ, സെൻട്രൽ ജയിൽ, ഹൈ സെക്യൂരിറ്റി ജയിൽ, ഇതൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് പോയി. ഇനി അടുത്തതായിട്ട് നമുക്ക് തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം കുട്ടികളെ, ചെറിയ അമ്മമാരോടൊപ്പം കുട്ടികളെ ചില സമയങ്ങളിൽ പാർപ്പിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ആ കുട്ടികളുടെ പ്രായപരിധി എത്രയാണ്? തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എത്രയാണ്? അത് 6 വയസ്സാണ് തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധിയായിട്ട് വരുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് പരോൾ എന്നുള്ളത്. പരോൾ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് എന്നുള്ളത് ചോദിക്കാം. അത് ഫ്രഞ്ച് ഭാഷയിൽ നിന്നുള്ളതാണ്. അതുപോലെ ഈ ജയിൽ ഉൾപ്പെടുന്നത് ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണെന്ന് ചോദിക്കാം.
അത് സ്റ്റേറ്റ് ലിസ്റ്റ്, നമുക്കറിയാം സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് അങ്ങനെയൊക്കെ ഓപ്ഷനിൽ ഉണ്ടാവും. ഞാനിവിടെ ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഭരണഘടനയിൽ ഏത് ലിസ്റ്റിലാണ് ജയിൽ ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഭരണഘടനയിൽ ജയിൽ ഉൾപ്പെടുന്നത്. ഇനി നമ്മൾ കേട്ടിട്ടുള്ളതാണ് കസ്റ്റഡി മരണം എന്നൊക്കെ പറഞ്ഞ് അല്ലേ. അപ്പോൾ കസ്റ്റഡി മരണങ്ങൾ എത്ര മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം? അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് 24 മണിക്കൂറാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരളത്തിലെ ജയിൽ വകുപ്പിന്റെ ആസ്ഥാനം എവിടെയാണെന്നുള്ളതാണ്. കേരള ജയിൽ വകുപ്പിന്റെ ആസ്ഥാനമായിട്ട് വരുന്നത് തിരുവനന്തപുരമാണ്. അതും ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരള സംസ്ഥാന ജയിൽ വകുപ്പ് മേധാവി. കേരള സംസ്ഥാനത്തിന്റെ ജയിൽ വകുപ്പ് മേധാവിന്ന് ആ പൊസിഷൻ അറിയപ്പെടുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ്, അതായത് DGP ആണ്. കേരള സംസ്ഥാന ജയിൽ വകുപ്പിന്റെ മേധാവി എന്ന് പറയുന്നത് DGP ആണ്. നിലവിലെ DGP ആരാണെന്ന് ചോദിച്ചാൽ, നിലവിലെ കേരള സംസ്ഥാന ജയിൽ വകുപ്പ് മേധാവി ആരാണെന്ന് ചോദിച്ചാൽ ബൽറാം കുമാർ ഉപാധ്യായ ആണ്. നിലവിലെ DGP ആരാണ്? ബൽറാം കുമാർ ഉപാധ്യായ. ശിക്ഷ ഇളവുകളുടെ കണക്കുപത്രം അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഓപ്ഷൻസ് തരും. റെമിഷൻ ഷീറ്റ് ആണോ, വാറന്റ് ആണോ, നോമിനൽ റോൾ ആണോ, അങ്ങനെ നമുക്ക് ഇത് തന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഏതാണ് ശിക്ഷ ഇളവുകളുടെ കണക്കുപത്രം ആയിട്ട് കണക്കാക്കുന്നതിനെ സൂചിപ്പിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അതിന് നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുത്ത് എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് റെമിഷൻ ഷീറ്റ് ആണ്. അപ്പം ശിക്ഷ ഇളവുകളുടെ കണക്കുപത്രം എന്നതിനെ കാണിക്കുന്നത് റെമിഷൻ ഷീറ്റ് ആണ്. കോടതിയുടെ ഔദ്യോഗിക ഉത്തരവാണ് വാറന്റ്. വാറന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയുടെ ഔദ്യോഗിക ഉത്തരവാണ്. അതുപോലെ നോമിനൽ റോൾ ഉണ്ട്. നോമിനൽ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടവുകാരന്റെ പൂർണ്ണ വിവരരേഖയാണ് നോമിനൽ റോള്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ചോയ്സ് ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് ഇത് ഏതിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് നമുക്ക് ചോദിക്കും. അപ്പോൾ നമുക്ക് അതിന് ഏതാണ് കറക്റ്റ് ആൻസർ നമുക്ക് തിരഞ്ഞെടുത്ത് എഴുതണം. അപ്പം നോമിനൽ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടവുകാരന്റെ പൂർണ്ണ വിവരരേഖയും, റെമിഷൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ശിക്ഷാ ഇളവുകളുടെ കണക്കുപത്രത്തെയും സൂചിപ്പിക്കുന്നു. വാറന്റ് കോടതിയുടെ ഔദ്യോഗിക ഉത്തരവാണ്. ഇനി അടുത്തത് നമുക്ക് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ജയിൽ വകുപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. ഭരണഘടനയിലെ ഏത് വകുപ്പ് ഇതിനകത്താണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് അത് വരുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഭരണഘടനയിലെ ഏത് ഭാഗത്തിലാണ് മാനവാവകാശങ്ങളും തടവുകാരുടെ ക്ഷേമവും സംബന്ധിച്ച് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അത് പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ് അത് വരുന്നത്. അടുത്തത് തടവുകാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ന്യായവ്യവസ്ഥയ്ക്ക് മേൽനോട്ട അധികാരം നൽകുന്ന ഭരണഘടനാ വ്യവസ്ഥ ഏതാണെന്നുള്ളതാണ്. തടവുകാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ന്യായവ്യവസ്ഥയ്ക്ക് മേൽനോട്ട അധികാരം നൽകുന്ന ഭരണഘടനാ വ്യവസ്ഥ ഏതാണ്? അത് അനുച്ഛേദനം 32 ഉണ്ട്, അനുച്ഛേദനം 226 ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ തടവിലായ വ്യക്തിക്ക് നിയമസഹായം ലഭിക്കുവാനുള്ള അവകാശം ഉറപ്പാക്കുന്ന അനുച്ഛേദനം ഏതാണ്? അനുച്ഛേദനം 22(1) അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് തടവിലായ വ്യക്തിക്ക് നിയമസഹായം ലഭിക്കാനുള്ള അവകാശം ഉറപ്പാക്കുന്ന അനുച്ഛേദനമാണ് അനുച്ഛേദനം 22(1). ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.